ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ആൻ്റണി വർഗീസ് പെപ്പ അഭിനയിച്ച ദാവിദ് എന്ന് പറഞ്ഞോടോ 25 സോഡിൻ്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ദിൽറുബ എന്ന് പറഞ്ഞ അടുത്തത്തെ 4th സിംഗിൾ KCPD എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പടത്തിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റ് ഇന്നലെ 6 മണിക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ വെച്ചിട്ട്. പിന്നെ പടത്തിന് ഉപഹാര സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ആർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3 days to go പോസ്റ്റർ വന്നു. പിന്നെ വിപിൻ ദാസും സഹു ഗർപ്പത്തിയും കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാവും. എഴുതിയിട്ടുള്ളതും ഡയറക്ഷൻ ചെയ്യുന്ന SVB എന്ന് പറഞ്ഞ ആളാണ്. ആളുടെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. വാഴ ടീം മൊത്തത്തിൽ വന്ന പോലെ ഒരു തോന്നലാണ് പോസ്റ്റർ കണ്ടപ്പോൾ തോന്നുന്നത്. പിന്നെ ഇൻട്രസ്റ്റെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ എടുത്ത പടം ഇപ്പോൾ അടുത്ത റീറിലീസിന് എത്തിയിരുന്നു. ഇന്ത്യയിലൊക്കെ വൻ കളക്ഷനൊക്കെയാണ് കിട്ടിയത്. എന്തായാലും അതൊരു ലിമിറ്റഡ് ടൈമിന് തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 7 സെറ്റ് ടൈമിന്. ഇപ്പോൾ ആ പടം വീണ്ടും റീറിലീസിന് വരികയാണ്. അതിൻ്റെ ഡിമാൻഡ് കാരണം തന്നെയാണ്. അതും 7 തന്നെയാണ് വരുന്നത്, ലിമിറ്റഡ് ടൈമായിട്ട്. മാർച്ച് 14 പടം വരിക. IMAXിലും ഉണ്ടായിരിക്കും. പിന്നെ കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പ്രസൻസ് ചെയ്യുന്ന പടം അവിടത്തിന് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും പടത്തിൻ്റെ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 1001 എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിലോടെ റീറിലീസിന് വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, USA ഇവിടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പെല്ലിക്കാനി പ്രസാദ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 10 days to go പോസ്റ്റർ വന്നു. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള OTT റിലീസായിരുന്നു. അത് 50 million+ സ്ട്രീമിംഗ് മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ വരുണാൻ ഗോഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടുത്തെ മുടിയാതെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. യുവൻ ശങ്കർ രാജാണ് പാട്ട് പാടിയിട്ടുള്ളത്. പിന്നെ ദ ലൈഫ് ഓഫ് ചക്ക് എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്. ജൂണിലാണ് പടം റിലീസാവുക. എന്നൊരു പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അപ്ബീറ്റ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 1 അനൗൺസ് ചെയ്യാൻ പോവാണ്. അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ്. അത് നാളെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ബാൻ്റെ പടത്തിലത്തെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രസ് മീറ്റ് നടന്നിട്ടുണ്ട്. പിന്നെ പെരിസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3 days to go പോസ്റ്റർ വന്നു. പിന്നെ ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ രാംചരൻ്റെ ബർത്ത്ഡേയായിട്ട് നായക് എന്ന് പറഞ്ഞ പടം റീറിലീസിന് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ മാർച്ച് 27 എന്തായാലും അതിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഈ മാർച്ച് 20 തുടങ്ങും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. 4Kയിലാണ് വരാൻ പോണത്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ ജോക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പടം ഓൾറെഡി OTT റിലീസ് ആയതാണ്. പിന്നെ നീല നിറ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ പടത്തിലത്തെ നിയോൺ റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ചാട്ടുള്ളി എന്ന് പറഞ്ഞ പടത്തിലത്തെ തള്ളി മറിക്കാനായി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ മൊവാന 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്നപ്പിൻ്റെ പടം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 14 റിലീസാവുന്നത് അറിയിച്ചു. പിന്നെ ബേബികൾ എന്ന് പറഞ്ഞിട്ട് പടം അനൗൺസ് ചെയ്തിരുന്നു. അരുൺ വർമ്മ ഡയറക്ഷൻ ചെയ്യുന്ന പടം. കുഞ്ചാക്കോപൻ, ലിജോമോള്, സംഗീത് പ്രതാപ്, അഭിമന്യു, തിലകൻ ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. ഇതെല്ലാം പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2 സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. 2 കിട്ടുന്ന സ്റ്റില്ലായിട്ടാണ് തോന്നി. ഞാൻ 2 സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആസിഫലിനെ വെച്ചിട്ട് ജിത്തു ജോസഫ് എടുക്കുന്ന പടമാണ് മിറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ എറണാകുളത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തെ ഷെഡ്യൂൾ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഷൂട്ട് എന്തായാലും കംപ്ലീറ്റ് ആകും. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് പുതിയതായിട്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു സ്റ്റില്ലാണ്. കാറിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് പോകുന്ന രീതിയിലൊരു സ്റ്റില്ല്. അതേമാതിരി സത്യന്തിക്കാടും മോഹൻലാലിനും സംഗീത് പ്രതാപിനും കൂടിയിട്ട് എന്തോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റില്ല്. പിന്നെ മാളവിക മോഹനൻ ഒരു Q&A സെക്ഷൻ നടത്തിയിരുന്നു ട്വിറ്ററിലൂടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളൊരു വീഡിയോ പങ്കുവച്ചായിരുന്നു. അത് ഹൃദയപൂർവ്വത്തിൻ്റെ സെറ്റിലത്തെ വീഡിയോ ആണ്. പിന്നെ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയിട്ട് May 21 ചോട്ടാ മുംബൈ റിലീസ് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒരു വൻ ഓൾ ഉണ്ടാക്കും എന്നുള്ളതിനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രജനീകാന്തിൻ്റെ ലോകസേനരാജ് എടുക്കുന്ന പടം കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ ടീസർ ഈ മാർച്ച് 14 വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. ലോകസേനരാജിൻ്റെ ബർത്ത്ഡേക്ക് അതിന് മുന്നേ പറഞ്ഞ അപ്ഡേറ്റ് ആണ്. പക്ഷേ അത് April 14 ആയിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യലായിട്ട് കൺഫർമേഷനൊന്നും വന്നിട്ടില്ല. മിക്കവാറും അങ്ങനെ 14 വരെ ഉണ്ടെങ്കിൽ ഇന്നോ നാളോ ആയിട്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ചെറിയ പടം എന്നല്ല വരുന്നത്. പിന്നെ SSMP 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ SS രാജമൗലി എടുക്കുന്ന പടം ആ പടത്തിൻ്റെ കഥ രാമായണത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ള രീതിയിലാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ ഇപ്പോൾ പ്രിയങ്ക ചോപ്ര ജോയിൻ ചെയ്തിട്ടുണ്ട് ഷൂട്ടിൽ. പിന്നെ ശക്തി തിരുമകൻ എന്ന് പറഞ്ഞിട്ടുള്ള വിജയൻ്റെ അടുത്ത് റിലീസാകാൻ പോണ പടം അവിടത്തിൻ്റെ ടീച്ചർ ഇന്ന് 5/1 വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വീരധീരസൂരം പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും അടക്കാൻ പോകാൻ. അത് ഈ മാർച്ച് 20 എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, ഗംഭീര സാധനം തന്നെയായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ടീച്ചർ വേറെ ലെവൽ സാധനം തന്നെയായിരുന്നു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ അടുത്ത് റിലീസാകാൻ പോണ പടം ധ്യാൻ ശ്രീനിവാസനൊക്കെ ഉണ്ട് ഈ പടത്തിൽ. എന്തായാലും ഈ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ പേരൊന്നും അറിയിച്ചിട്ടില്ല. അഫ്സലാണ് പാട്ട് പാടുന്നത്. മുന്നേ ദിലീപിൻ്റെ കുറേ പാട്ടുകൾ കിടലം പാട്ടുകൾ പാടിയ ഒരാളാണ്. എന്തായാലും കണ്ടോക്കാം എങ്ങനെ വരിക എന്നുള്ളത്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ 30 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഹിറ്റിംഗ് ഇൻ 30 days സ്ക്രീൻസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഹിറ്റിംഗ് സ്ക്രീൻസ് ഇൻ 30 days എന്നുള്ള രീതിയിലാണ് പോസ്റ്റർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിലത്തെ ലുക്കും ഒരു രക്ഷയില്ല. ഇവരെ പോസ്റ്റേഴ്സൊക്കെ കിടലും പോസ്റ്റേഴ്സ് തന്നെയായിരുന്നു. എന്തായാലും ഇത് ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്ററാണ്. 50 days to go ഇവർ ഒഫീഷ്യലായി ഇറക്കി. അതേമാതിരി 30 days to go ഇപ്പോൾ ഒഫീഷ്യലായി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 31 മുതൽ 49 വരെ ഉള്ളത് അതൊക്കെ ഫാൻമെയ്ഡ് ആയിട്ട് ഒരു ടീച്ചറിന് കട്ട് ചെയ്തിട്ട് ഫാൻസുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പ്രൊമോഷൻസ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പടം ഗംഭീരാവും തന്നെ പ്രതീക്ഷിക്കാം. April 10 പടം റിലീസാകാൻ പോകുന്നത്. ഈ 30 days to go എന്ന് പറയുന്നത് ഇന്നലെ ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ്. അപ്പോൾ ഇന്നും 29 ദിവസമുള്ള പടം ഇറങ്ങാൻ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് എടുത്തിട്ട് വീഡിയോ കാണുന്നവരേക്കും ബൈ.